720 ഔട്ട് ഓഫ് 720യുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നീറ്റ് 2025 നമുക്കറിയാം, ഏതാണ്ട് 5 മാസക്കാലം നമുക്ക് തൊട്ടു മുമ്പിലായിട്ടുണ്ട്. പക്ഷേ മെഡിക്കലിനെ സംബന്ധിച്ചിടത്തോളം വളരെ ദുഃഖകരമായൊരു കാര്യം, JEE അഡ്വാൻസിൻ്റെ കേരളയുടെ എല്ലാം ഡേറ്റ് വന്നു, അതിൻ്റെ സിലബസ് വന്നു, അതിൻ്റെ എക്സാം മോഡിനെ കുറിച്ച് അറിവായി. ഏറ്റവും അധികം വിദ്യാർത്ഥികൾ എഴുതേണ്ട ഒരു എക്സാമിൻ്റെ ഒരു സിലബസിനെ കുറിച്ചോ അല്ലെങ്കിൽ ആ എക്സാമിൻ്റെ ഒരു പാറ്റേണിനെ കുറിച്ചോ ഇതുവരെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് അല്ലെങ്കിൽ നാഷണൽ മെഡിക്കൽ കമ്മീഷന് പറയാൻ പറ്റിയില്ല എന്ന് പറയുന്നത് തീർച്ചയായും നിരുത്തരവാദപരമായ ഒരു നടപടി തന്നെയാണ്. തീർച്ചയായിട്ടും ഒരു സിലബസിനെ കുറിച്ച് ഒരു കുട്ടികൾ എഴുതുന്ന ഒരു എക്സാം, പ്രത്യേകിച്ചും ഇങ്ങനെയൊക്കെ വരുന്ന ഊഹാപോഹങ്ങൾ ഇപ്പോൾ ഓൺലൈനിലേക്ക് മാറ്റുന്നു എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഗോസിപ്സ് ആണോ നമുക്കറിയില്ല, എങ്കിൽ പോലും അങ്ങനെയൊക്കെ വരുമ്പോൾ കുട്ടികളുടെ ഉള്ളിലും എന്താണ് ഇനി നടക്കാൻ പോകുന്നൊരു ആകാംക്ഷ ഉണ്ടാകും. ഒരു 5 മാസ കാലയളവ് മതിയോ യഥാർത്ഥത്തിൽ? ഒരിപ്പം സിലബസിനെ കുറിച്ച് ഏതാണ്ട് ധാരണയുണ്ട്, വലിയ മാറ്റം ഉണ്ടാവില്ലായിരിക്കും. തീർച്ചയായിട്ടും പോരെ സാർ. കാരണം ഇത്രയും വലിയൊരു എക്സാം ആകുമ്പോൾ ഒരു പ്രീ പ്ലാനിങ് എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ്. കാരണം നമ്മൾ കുട്ടികളോട് പോലും പഠിച്ച് തുടങ്ങുമ്പോഴേ ഒരു പ്ലാൻ ചെയ്ത് പഠിക്കൂ എന്നാണ് ഫ്രം ദ ഫസ്റ്റ് ഡേ ഓൺവേർഡ്സ് നമ്മൾ തന്നെ പറയുന്നത്. അപ്പോൾ ഒരു എക്സാം കണ്ടക്ട് ചെയ്യേണ്ട, ഇപ്പോൾ സിലബസ് പോലും വെളിയിൽ വന്നില്ല എന്ന് പറയുമ്പോൾ ക്വസ്റ്റിനെ കുറിച്ച് പോലും ഒരു കാര്യവും കൃത്യമായി ധാരണ ഇല്ലാത്തതുപോലെ പബ്ലിക്കിന് തോന്നുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഒരു നാഷണൽ ലെവൽ എക്സാമിന് ഏറ്റവും കുറഞ്ഞത് 2 വർഷം മുമ്പെങ്കിലും, ഒരു 10th കഴിഞ്ഞ് 11th കൊണ്ട് ചേരുമ്പോഴെങ്കിലും 12th കഴിഞ്ഞിട്ട് എന്തിനാണ് ഫേസ് ചെയ്യേണ്ടത്, എന്തിനനുസരിച്ചാണ് തയ്യാറാക്കേണ്ടതെന്നൊക്കെ ഉള്ളത് കൃത്യമായിട്ടൊരു കുട്ടിക്ക് തീർച്ചയായിട്ടും ഒരു അവബോധം ഉണ്ടാക്കി കൊടുക്കേണ്ടത് ഇതിന്റെ പക്ഷേ പരീക്ഷ ഏറ്റവും അടുത്തെത്തുന്ന നിമിഷങ്ങളിൽ സിലബസിലുള്ള മാറ്റങ്ങളോ അല്ലെങ്കിൽ ഒരു ഇൻട്രൊഡക്ഷനോ ഒരു ഡിലീഷനോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് കുട്ടികളെ എത്രത്തോളം ബാധിക്കും എന്നുള്ളത് പലപ്പോഴും ഇവർ ചിന്തിക്കുന്നില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഏറ്റവും വിഷമത്തോടെ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്കും ഉത്തരമില്ല. പക്ഷെ അങ്ങനെ ഒരു കാര്യം ഇത്രയും കുട്ടികൾ എഴുതുന്ന, നമ്പർ ഓഫ് സ്റ്റുഡൻസ് എഴുതുന്ന ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഷോർട്ട് ടേമിൽ ഉണ്ടാകുന്ന പ്ലാനുകൾ, കുട്ടികൾക്കുണ്ടാക്കുന്ന കൺഫ്യൂഷൻസ്, രക്ഷിതാക്കൾക്കുണ്ടാകുന്ന കൺഫ്യൂഷൻസ് വളരെ വലുതായിരിക്കാം. ഒരു പക്ഷേ ക്വസ്റ്റ്യൻസ് പോലും അവർ നേരത്തെ തയ്യാറെടുപ്പുകളൊക്കെ തുടങ്ങിയിട്ടുണ്ടാകാം, ക്വസ്റ്റ്യൻസ് ഒക്കെ ഏകദേശമൊക്കെ ആയിട്ട് പോലും ഉണ്ടാകാം. എങ്കിൽ പോലും കുട്ടികളുടെ മനസ്സിൽ ഇപ്പോഴും ഒരു ചിന്ത, ഇനി 5 മാസം ഉള്ളൂ, ഈ 5 മാസം പോലും സിലബസ് വന്നിട്ടില്ല, അപ്പോൾ ഇനിയാണോ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യുന്നത്, അങ്ങനെ വരുമ്പോഴാണോ ഈ തെറ്റുകൾ വന്നു പോകുന്നത് അല്ലെങ്കിൽ ക്യാൻസലേഷൻ വന്നു പോകുന്നത്, അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യനുകളിലൂടെയാണ് കുഞ്ഞുങ്ങൾ കടന്നു പോകുന്നത്. കാരണം ഇപ്പം നമുക്കറിയാം, ഇപ്പം കുട്ടികളാണെങ്കിലും അവർ എക്സ്ക്യൂസസ് പറയാനായിട്ട് ധാരാളം കാര്യങ്ങൾ അവരുടെ മുമ്പിലുണ്ട്. കഴിഞ്ഞ തവണ സിലബസ് വെട്ടിക്കുറച്ചപ്പം, കാരണം ഈ സിലബസിനുള്ളിൽ നിന്നുകൊണ്ടാണ് ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഈ ചോദ്യം സിലബസിന് പുറത്തായിരിക്കുമോ, അപ്പം എക്സ്ക്യൂസസ് നമുക്കറിയാം ഗിവപ്പാണ്, അത് ഉപേക്ഷിക്കേണ്ടത് തന്നെയാണ്. അപ്പം കുട്ടികൾക്ക് മുമ്പിൽ നമുക്ക് കൃത്യമായിട്ടൊരു അജണ്ട വെക്കാൻ അല്ലെങ്കിൽ ഒരു സിലബസ് വെക്കാൻ അല്ലെങ്കിൽ ഒരു എക്സാം മോഡ് പറയാൻ ഇല്ലാത്തടത്തോളം കാലം അവർ പറയുന്ന എക്സ്ക്യൂസസ് നമ്മൾ കേൾക്കാൻ ബാധ്യസ്ഥരാണ്. പക്ഷേ കുട്ടികളെ സംബന്ധിച്ചോളം ഇനി 5 മാസക്കാലം ഉള്ളൂ എന്നുള്ളത് ഒരു റിയാലിറ്റിയാണ്. സിലബസ് നിങ്ങളുടെ മുമ്പിലുണ്ട്, അതിനും മാറ്റമില്ല. എക്സാം മോഡ് അതേത് രീതിയെങ്കിലും ആവട്ടെ. അപ്പം ഈ എക്സ്ക്യൂസസ്, ഇനി പറയാൻ പോകുന്ന എക്സ്ക്യൂസസ് അത് യഥാർത്ഥത്തിൽ ഒഴിവാക്കേണ്ടത് തന്നെയല്ലേ? തീർച്ചയായിട്ടും സർ. എനിക്ക് തോന്നുന്നു നമ്മൾ തുടങ്ങിയെടുത്ത് തന്നെ നമുക്ക് വീണ്ടും എത്തേണ്ടി വരുന്നു. കാരണം കഴിഞ്ഞ വർഷം സിലബസ് ഡിലീറ്റ് ചെയ്തപ്പോൾ പല കുട്ടികളും പറഞ്ഞത് കുറച്ചായപ്പോൾ ആ ഉള്ള സിലബസിൽ നിന്നും ഭയങ്കര ഹാർഡായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും, അപ്പോൾ പരീക്ഷ ഭയങ്കര ഡിഫിക്കൽട്ടി ലെവലിൽ പോകും, ഞങ്ങൾക്ക് എഴുതാൻ പറ്റാത്ത രീതിയിൽ വരുമോ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കുട്ടികൾ ആ ഒരു രീതിയിൽ പഠിത്തമൊക്കെ മാറ്റി ഭയങ്കര ഇൻഡെപ്തിൽ പോകുന്നു, NCERT വിട്ടു പഠിക്കുന്നു, വേറെ ബുക്കുകളൊക്കെ എടുത്ത് ചെയ്യുന്നു. അങ്ങനെ അനാവശ്യമായിട്ടുള്ള ഒരു പാനിസിറ്റി അവർ സെൽഫായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്ത് വെച്ചു. എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യവും എനിക്ക് തോന്നുന്നു ഈ ഒരു സമയത്ത് ഇപ്പം ആലോചിക്കുന്നത്, ഓൺലൈൻ ആയാൽ ഞങ്ങൾ എന്ത് ചെയ്യും, ഓൺലൈൻ ആയാൽ എന്ത് ചെയ്യാനാണ്, നമ്മൾ ഓൺലൈനാണ് ഏറ്റവും സേഫായിട്ട്, കഴിഞ്ഞ പ്രാവശ്യം പറയുന്ന പോലെ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ എഴുതാൻ പറ്റുന്ന ഒരു പരീക്ഷ ഓൺലൈനായിട്ട് പരീക്ഷ എഴുതുമ്പോഴാണ്. അപ്പോൾ നമുക്ക് എറർ ഫ്രീ ആയിട്ട് മാക്സിമം നിങ്ങൾ ഈ കറുപ്പിക്കുന്ന സമയം തന്നെ എത്രയോ സമയം ലാഭിച്ചുകൊണ്ട് ആ സമയം കൂടി നമുക്കൊരു ക്വസ്റ്റ്യനിൽ കൊടുക്കാം. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്ത് തന്നെ വന്നാലും ഇപ്പോൾ നമ്മൾ എപ്പോഴും തുടങ്ങുന്നിടത്ത് തന്നെ നിൽക്കുന്നത് ഈ ഒരു ഓട്ട മത്സരം എന്ന് പറയുമ്പോൾ ചുറ്റും പലതരത്തിലുള്ള കണ്ടീഷൻസ് ഉണ്ടാകാം. എന്ത് കണ്ടീഷൻ വന്നാലും ആ ഫൈനൽ പോയിന്റിൽ ആരാണോ എത്തുന്നത് അയാൾക്കാണ് വിജയം എന്ന് പറയുന്നത്. അപ്പോൾ അതിനിടയിൽ എക്സ്ക്യൂസസ് പറഞ്ഞ് മാറി നിൽക്കാം, എനിക്ക് സിലബസിനെ കുറിച്ച് വലിയ ഐഡിയ ഇല്ല, അല്ലെങ്കിൽ പരീക്ഷ പാറ്റേൺ മാറുന്നുള്ളതിനെ കുറിച്ച് ഞാൻ വറീഡ് ആയിരുന്നു, അങ്ങനെ ക്വസ്റ്റ്യൻ ഡിഫിക്കൽട്ട് ആകും എന്ന് വിചാരിച്ച് ഞാൻ മാറി നിന്നു. അങ്ങനെ നമുക്ക് ഒരുപാട് എക്സ്ക്യൂസസ് പറഞ്ഞ് മാറി നിൽക്കാനുള്ള അവസരങ്ങൾ ഓരോ പ്രാവശ്യവും നമുക്കുണ്ട്. അപ്പോൾ ഒരു എക്സ്ക്യൂസ് ഫൈൻഡ് ചെയ്യുക എന്ന് പറയുന്നത് 100% ഈസിയാണ്. പക്ഷേ ഒരു എക്സ്ക്യൂസും ഫൈൻഡ് ചെയ്യാതെ തന്നെ, അല്ലെങ്കിൽ അഥവാ ഒരു കാര്യം നോർമലായിട്ട് വന്നാൽ പോലും അതിനെ ഒരു എക്സ്ക്യൂസ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്യാതെ
മുന്നോട്ട് പോവുക. അതാണ് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യം. ഒരുപക്ഷെ ഇനിയുള്ള 5 മാസം നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ടതും അത് തന്നെയാണ്. നിങ്ങളുടെ ചുറ്റും എന്തോ നടന്നോട്ടെ, പരീക്ഷയുടെ സിലബസ് മാറുന്നോ മാറിക്കോട്ടെ, അഡിഷൻ വരുന്നോ സാരമില്ല, നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട്. എന്ത് വന്നാലും അതിനെ കോപ്പി ചെയ്യാൻ വേണ്ടി നിങ്ങളെ റെഡിയാക്കുന്ന ഒരു സിസ്റ്റം ഇവിടെ ഉണ്ട്. ഇനി ഡിലീറ്റഡ് ആയോ സാരമില്ല, ആയിക്കോട്ടെ, അവിടെയും നിങ്ങൾ ഞങ്ങളെ വിശ്വസിക്കുക. പിന്നെ നിങ്ങളുടെ കഴിവിൽ നിങ്ങൾ കോൺഫിഡൻസ് കാണിക്കുക. അവിടെ നിങ്ങൾ എക്സ്ക്യൂസസ് ചികഞ്ഞ് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഓരോ പ്രാവശ്യം ഓരോ കാര്യത്തിൽ, ഒരു ചെറിയ കാര്യത്തിൽ പോലും നമുക്ക് എക്സ്ക്യൂസ് കണ്ടുപിടിക്കാൻ പറ്റും. അതല്ല വേണ്ടത്. നിങ്ങൾ അതിന് പകരം എന്തോ വന്നോട്ടെ, എന്ത് വന്നാലും എനിക്ക് ഇപ്രാവശ്യം പരീക്ഷ എഴുതണം, അതിനകത്ത് എനിക്ക് അഡ്മിഷൻ കിട്ടാൻ അല്ലെങ്കിൽ ഞാൻ പ്രതീക്ഷിക്കുന്ന വിജയം, എനിക്ക് എവിടെയാണോ പോകേണ്ടത് അവിടെ എത്തിച്ചേരാൻ ഒരു മാർക്ക് വേണം. അതെ, ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ തയ്യാറാവുമ്പോൾ തന്നെ നമ്മൾ എക്സ്ക്യൂസസ് ഒക്കെ മാറ്റി വെക്കും. എനിക്ക് തോന്നുന്നു പലപ്പോഴും നമ്മൾ എക്സ്ക്യൂസസ് കണ്ടുപിടിക്കുന്നത് തന്നെ ആ റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള നമ്മുടെ ഒരു ശ്രമമാണത്, അല്ലേ? ചിലർക്ക് ഇത് കേൾക്കുമ്പം അങ്ങനെ അല്ല എന്നൊക്കെ പറയാൻ തോന്നുമെങ്കിലും നമ്മൾ എപ്പോഴെങ്കിലും ആ ഒരു ഡിഫിക്കൽട്ടി ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു എക്സ്ക്യൂസിനെ നമ്മൾ മുറുകെ പിടിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഡെഫിനറ്റ് ആയിട്ടും അതിനെ മറികടന്ന് പോകാനുള്ള ഒരു ധൈര്യം നമുക്ക് കാണിക്കാൻ പറ്റുന്നില്ല എന്ന് തന്നെയാണ്. അപ്പോൾ ഈ ഒരു 5 മാസം വരും വരായികൾ എന്തോ ആയിക്കോട്ടെ, എങ്ങനെയോ ആയിക്കോട്ടെ, നിങ്ങൾ വിചാരിക്കേണ്ട ഒരു കാര്യം, നിങ്ങളിൽ ഓരോരുത്തരും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം അല്ലെങ്കിൽ വരാൻ പോകുന്ന ഒരു കാര്യം, 25 ലക്ഷത്തോളം എഴുതുന്ന കുട്ടികളും ഇത് തന്നെയാണ്. അല്ലാതെ നിങ്ങൾക്ക് മാത്രം സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ മറ്റുള്ള കുട്ടികളെ പോലെ നിങ്ങളും ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് റിലാക്സ്ഡ് ആയിട്ട് നിങ്ങൾക്ക് എന്താണോ ചെയ്യാനുള്ളത് അത് ചെയ്തുകൊണ്ടിരിക്കുക. തീർച്ചയായിട്ടും. കാരണം നമ്മുടെ വീക്കിലി എക്സാമിലാണെങ്കിൽ പോലും 4-5 ക്വസ്റ്റ്യൻ തെറ്റുമ്പം ഇത് സിലബസിൽ ഇല്ലാത്തതായിരുന്നു, ഇത് പഠിക്കേണ്ടാത്തതായിരുന്നു എന്നൊരു ഫീൽ, ഒരു ആൻസർ കുട്ടികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. ആസ് എ ഫാക്കൽറ്റി മെമ്പർ എന്നുള്ള നിലയിൽ ആ ഒരു സിലബസ് ഓറിയന്റഡ് ആയിട്ട് തന്നെയല്ലേ നീറ്റ് വരികയും മെജോറിറ്റി ക്വസ്റ്റ്യൻസും നമ്മളിപ്പോൾ ഇവിടെ ഇടുമ്പോൾ പോലും മെജോറിറ്റി ക്വസ്റ്റ്യൻസും നമ്മൾ സിലബസിനകത്ത് തന്നെയാണ് ഇടുന്നത്. പിന്നെ ചിലപ്പോൾ ഒരു ക്യുമുലേറ്റീവായിട്ട് ക്വസ്റ്റ്യൻ വരുമ്പോൾ പലപ്പോഴും ഒരു എന്താ പറയുന്നത് 2-3 ചാപ്റ്ററുകൾ ചേർത്ത് ചോദിക്കേണ്ട ചാപ്റ്ററുകളെല്ലാം പഠിക്കാതെ വരുമ്പോഴോ 1-2 ക്വസ്റ്റ്യൻ ഇച്ചിരി ഒന്ന് ഇൻഡെപ്തിലേക്ക് ഔട്ടായിട്ട് പോകുമ്പോഴോ അതൊരു എക്സ്ക്യൂസ് ആയിട്ട് കണ്ട് അതുകൊണ്ടാണ് എനിക്ക് ഈ മാർക്ക് കുറയുന്നതെന്ന് നിങ്ങൾ പറയാൻ പാടില്ല. കാരണം നമുക്കൊരു പ്രിസ്ക്രൈബ്ഡ് സിലബസ് എന്തായാലും NTA ഒരു സ്ട്രക്ചർ പാറ്റേൺ ഓരോ ഫിസിക്സിന് അല്ലെങ്കിൽ കെമിസ്ട്രിക്ക് ബയോളജിക്ക് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് ഏതൊക്കെ കണ്ടന്റ് ആണെന്ന് തന്നിട്ടുണ്ട്. അതിനനുസരിച്ചാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അപ്പോൾ അതിന് കൃത്യമായിട്ട് NCERT ഫോളോ ചെയ്താണ് പഠിപ്പിക്കുന്നതും NCERT ഫോളോ ചെയ്താണ് നിങ്ങൾ പഠിക്കുന്നതും. അത് കൃത്യമായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. ഇനി ഒരെണ്ണം ഔട്ട് ചോദിച്ചു, നിങ്ങൾക്ക് അറിയില്ല, എഴുതിയില്ല, പക്ഷെ അതുകൊണ്ട് ഇനി വരുന്ന പരീക്ഷകളെല്ലാം ഔട്ടായിരിക്കും, അതുകൊണ്ട് ഞാൻ എത്ര NCERT പഠിച്ചാലും എനിക്ക് കിട്ടാൻ പോകുന്നില്ല എന്നൊരു മുൻധാരണ നിങ്ങൾക്ക് വേണ്ട. ഒരു ക്വസ്റ്റ്യൻ എവിടെയെങ്കിലും ഇൻഡെപ്തിൽ വരുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, എന്തെങ്കിലും തരത്തിൽ ആ ക്വസ്റ്റ്യൻ ഒരു റെലവൻസ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ക്യുമുലേറ്റീവായിട്ട് കുറേ ചാപ്റ്റേഴ്സ് വരുമ്പോൾ പല ചാപ്റ്റേഴ്സും നമ്മളെല്ലാം പഠിച്ച് തീരാത്തത് കൊണ്ട് നമുക്ക് തോന്നുന്നതാകാം. ഇനി അതല്ലെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ഒരെണ്ണം ജസ്റ്റ് ഒന്ന് ഔട്ട് വന്നു പോയി. ഈ ഔട്ട് വന്നു എന്നുള്ളത് കൊണ്ട് പരീക്ഷകൾ മുഴുവൻ ഔട്ട് ഓഫ് സിലബസ് ആണ് വരുന്നത്, ഞാൻ എത്ര പഠിച്ചിട്ടും കാര്യമില്ല, NCERT അല്ല പഠിക്കേണ്ടത് എന്നുള്ള ധാരണയിൽ വേറെ പുസ്തകങ്ങൾ വായിക്കുക, അൺനെസസറി ആയിട്ടുള്ള മെറ്റീരിയലുകൾ തിരയുക, നിങ്ങൾക്ക് പറ്റുന്ന സമയങ്ങളിൽ ആവശ്യമില്ലാത്ത വീഡിയോകൾ കണ്ട് ആവശ്യമില്ലാത്ത മെറ്റീരിയലുകളിലേക്ക് ആഴ്ന്നിറങ്ങുക. തീർച്ചയായിട്ടും ആ പോയിന്റിലോട്ട് തന്നെയാണ് വന്നത്. ഇപ്പോൾ നമുക്ക് 720 ഫോക്കസ് ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഈ സിലബസിൽ നിന്നുള്ള വെളിയിൽ നിന്നുള്ള ചോദ്യങ്ങൾ വരുമെന്ന് വിചാരിച്ച് എവിടെ നിന്നൊക്കെ മെറ്റീരിയൽ കിട്ടുമോ, എവിടെ നിന്നൊക്കെ വീഡിയോ കിട്ടുമോ, എവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് കിട്ടുമോ അതെല്ലാം കളക്ട് ചെയ്തിട്ട് വാരി വലിച്ച് പഠിക്കുന്നത്, അത് സിലബസിന് അപ്പുറത്ത് പഠിക്കുന്ന ഒരു ടെൻഡൻസി ചിലരിലെങ്കിലും കാണുന്നുണ്ട്. ഈ വാരി വലിച്ച് പഠിക്കുന്നിടത്ത് വേറെയും ഒരു കാര്യമാണ്, നമ്മൾ കൃത്യമായിട്ട് സയന്റിഫിക് വേയിൽ നമ്മുടെ ഒരു പാറ്റേൺ ഉണ്ട്, ഒരു മോഡ്യൂൾ ഉണ്ട്, അതിനനുസരിച്ചാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന സോഴ്സുകളിൽ നിന്നല്ല. ഇന്ന് നമുക്കറിയാം ഡിജിറ്റൽ മീഡിയ ഇത്രയും അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കുന്നത് കൊണ്ടുള്ള ഒരു പ്രശ്നം, നമുക്ക് സോഴ്സ് ഇഷ്ടം പോലെ ഉണ്ട്, റിസോഴ്സുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുന്ന വീഡിയോസ് അല്ലെങ്കിൽ കിട്ടുന്ന മെറ്റീരിയൽ ഇത് മുഴുവൻ വായിച്ച് ഒരു കണക്ഷനും ഇല്ലാത്ത കാര്യം അന്തവും കുന്തവും ഇല്ലാതെ പഠിച്ചു വെച്ചാൽ പരീക്ഷയ്ക്ക് വരുമ്പോൾ നമ്മൾ തന്നെ കൺഫ്യൂസ്ഡ് ആയി പോകും. അതല്ല വേണ്ടത്. ഞങ്ങൾ ഈ പറയുന്ന പോലെ കഴിഞ്ഞ 40 വർഷമായിട്ട് ഞങ്ങൾ ചെയ്തു വന്ന ഒരു പാറ്റേൺ, അത് ഇത്രയും കുട്ടികളെ ഞങ്ങൾക്ക് അവിടെ എത്തിക്കാൻ പറ്റിയെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ഈ വർഷവും ഞങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് കുറവില്ല. നമ്മുടെ കുട്ടികൾ എല്ലാ മെഡിക്കൽ കോളേജിലും 99% ഉണ്ടാകും. പക്ഷെ അവിടെ നിങ്ങളും ഞങ്ങളെ ഒന്ന് വിശ്വസിക്കണം. വിശ്വസിക്കാൻ മാത്രമല്ല, നിങ്ങൾക്ക് നിങ്ങളിലുള്ളൊരു കോൺഫിഡൻസ്, NCERT എന്ന് പറയുന്ന ഒരു പുസ്തകം അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ സിലബസ് അത് വിട്ടുമാറി പോകേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും വിട്ടുമാറി പോകേണ്ട, ഞാൻ നേരത്തെ പറഞ്ഞ റെലവൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ഒരു ജനറൽ നോളജ് ആസ്പെക്റ്റിൽ പോലും വന്നാൽ നിങ്ങൾക്ക് എഴുതുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യനുകൾ നമ്മൾ തരാറുമുണ്ട്. അധ്യാപകരെല്ലാം തന്നെ നിങ്ങളോടത് പറയാറുമുണ്ട്. അതിനപ്പുറം നിങ്ങളുടേതായിട്ടൊരു റിസർച്ച് അതിനകത്ത് വേണ്ട തന്നെ. അങ്ങനെയുള്ള റിസർച്ചുകളോ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ
ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ കസിൻസിൻ്റെ കയ്യിൽ നിന്നോ മെറ്റീരിയലുകൾ വാങ്ങിച്ച് പഠിക്കുക. പല സ്ഥലത്തുനിന്നും ചികഞ്ഞ് ഇതെല്ലാം കൂടെ വായിച്ച് അവസാനം ഒന്നുമില്ലാത്ത ഒരു സ്ഥലത്ത് എത്തി നിൽക്കുന്നതിലുപരി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് NCERT, പെർട്ടിക്കുലർലി ബയോളജിക്ക് NCERT കൃത്യമായിട്ട് വായിച്ച് പഠിച്ച് പോവുക. 720 വാങ്ങിച്ച ശ്രീനന്ദ് ശർമ്മൾ പോലും വേറൊരു പുസ്തകവും റീഡ് ചെയ്തിട്ടില്ല എന്നുള്ളത് അഭിമാനപൂർവ്വം പറഞ്ഞതാണ്. അപ്പോൾ നിങ്ങളും അതാണ് ചെയ്യേണ്ടത്. അവിടെ നമ്മൾ എത്രത്തോളം ഡൈവേർട്ട് ചെയ്ത് മാറുന്നുണ്ടോ, എത്രത്തോളം റിസർച്ചുകൾ നിങ്ങൾ അതിൽ നടത്തുന്നുണ്ടോ, അതിനനുസരിച്ച് നമ്മുടെ എഫിഷ്യൻസി അല്ലെങ്കിൽ കേപ്പബിലിറ്റി കുറഞ്ഞാണ് പോകുന്നത്. നിങ്ങളിപ്പോൾ ഒരു റിസർച്ച് സ്കോളർ ആണെങ്കിൽ ഓക്കെ ഫൈൻ, നമുക്ക് എത്രത്തോളം മെറ്റീരിയലുകൾ റിസർച്ച് ചെയ്യാൻ ഞങ്ങൾ പറയും. പക്ഷേ +2 എന്ന് പറയുന്ന നിങ്ങളുടെ ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ വെച്ച് നിങ്ങൾ എഴുതാൻ പോകുന്ന സാധാരണക്കാരായ കുട്ടികൾ എഴുതുന്ന ഒരു എക്സാമിന് എത്രത്തോളം മെറ്റീരിയലുകൾ അല്ലെങ്കിൽ എത്രത്തോളം കണ്ടന്റ് വേണം എന്നുള്ളത് കൃത്യമായി സയന്റിഫിക് ആയിട്ട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ പോകുന്നതും ക്ലാസ്സുകൾ നിങ്ങളിലേക്ക് എത്തുന്നതും. അതിനപ്പുറം നിങ്ങളുടേതായിട്ടൊരു റിസർച്ചോ നിങ്ങളുടേതായിട്ട് മെറ്റീരിയൽ കളക്ഷനോ ഒന്നും തന്നെ നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള ഗുണവും ചെയ്യില്ല എന്ന് ഏറ്റവും സങ്കടത്തോടെ തന്നെ പറയേണ്ടിയിരിക്കുന്നു. നാഷണൽ മെഡിക്കൽ കമ്മീഷനും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയും അത് അസന്ധിഗ്ധമായിട്ട് പറഞ്ഞിട്ടുമുണ്ട്. കാരണം ഇത്രയും സ്റ്റേറ്റുകളിലെ 28ഓളം സ്റ്റേറ്റുകളിലെ സിലബസുകൾ, ബോർഡ് എക്സാം സിലബസുകൾ, CBSE, ISE, അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ സിലബസുകളൊക്കെ പഠിക്കുന്ന കുട്ടികളാണ് ഈ 25 ലക്ഷം കുട്ടികൾ. അതുകൊണ്ട് ഒരു കോമൺ ആയിട്ട് ഓരോ ചാപ്റ്റർ വൈസ് ആ ചാപ്റ്ററിലെ തന്നെ ഓരോ പോയിന്റ് വെച്ചിട്ടുള്ള സിലബസാണ് നമുക്ക് തരുന്നത്. അപ്പോൾ ആ സിലബസിൽ നിന്ന് വിട്ട് നമുക്ക് വളരെ ഡീപ്പിലോട്ട് പോകേണ്ടതായിട്ട് യാതൊരു അവസ്ഥയും ഇല്ല. ആ സിലബസ് കൃത്യമായിട്ട് നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ്. ഇനി അതിനകത്ത് ചിലപ്പോൾ ഒരു ചാപ്റ്റർ കൂടുകയോ ഒരു ചാപ്റ്റർ കുറയുകയൊക്കെ ചെയ്തേക്കാം, അല്ലെങ്കിൽ ഒരു പോയിന്റ് കൂടുകയോ കുറയുകയൊക്കെ ചെയ്തേക്കാം. മാക്സിമം അത് മാത്രമേ വരികയുള്ളൂ. അപ്പം സിലബസിനെ സംബന്ധിച്ചോ എക്സാം ടഫ്നെസ്സിനെ കുറിച്ചോ ഒന്നും ഇപ്പം നിങ്ങൾ അതിൻ്റെ കൂടുതലായിട്ട് ചിന്തിച്ച് സമയം കളയേണ്ട. ആ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് NCERTയിൽ നിന്നുകൊണ്ട് കൃത്യമായ ഒരു സ്റ്റഡി പ്ലാൻ തയ്യാറാക്കി നമ്മൾ കഴിഞ്ഞ തവണ ചർച്ച ചെയ്തതുപോലെ ജനുവരി 15 വരെ മാക്സിമം ടോപ്പിക്ക് കവർ ചെയ്യുക. മാക്സിമം നമ്മുടെ ബാക്ക്ലോഗ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യുക. ഇനി അതല്ല റിപ്പീറ്ററൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓൾറെഡി നിങ്ങൾക്ക് കഴിഞ്ഞ തവണ എവിടെയൊക്കെയാണോ അല്പം ഡ്രോബാക്സ് വന്നിരിക്കുന്നത് ആ ചാപ്റ്ററുകളൊന്ന് എടുത്ത് ജനുവരി 15 കൊണ്ട് മാക്സിമം ടോപ്പിക്കുകൾ റിവിഷൻ ചെയ്ത് റെഡിയാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ടൈം ചെയ്യേണ്ടത്. പിന്നെ ടീച്ചർ ഈ നമ്മുടെ ഇപ്പോൾ റെസ്പോൺസിബിലിറ്റിയുടെ കാര്യം അല്ലെങ്കിൽ എക്സ്ക്യൂസിൻ്റെ കാര്യമൊക്കെ പറയുമ്പോഴും ഒരു ഭയം അതായിരിക്കാം ഒരു പക്ഷേ ഇവരെ അല്പമെങ്കിലും ഇപ്പോഴും ഉള്ളിൽ നിൽക്കുന്നത്. ഒന്നുകിൽ നെഗറ്റീവ് മാർക്കിങ്ങിനെ ആയിരിക്കാം, അല്ലെങ്കിൽ വരാൻ പോകുന്ന റിസൾട്ടിനെ കുറിച്ചായിരിക്കാം. ഈ ഒരു ഭയം ഒഴിവാക്കാനായിട്ട് മാർക്കൊക്കെ നമുക്കറിയാം, മാർക്കിൻ്റെ റാങ്കിൻ്റെ ഒന്നും ഘട്ടത്തിലോട്ട് നമ്മൾ കടന്നിട്ടുമില്ല. ഈ ഭയത്തിനെ നമുക്ക് എങ്ങനെ ഒരു പരിധിവരെ പിടിച്ചു നിർത്താൻ സാധിക്കും? ഭയം ഉണ്ടാകുന്നത് പലതരത്തിലായിരിക്കും സർ. ഒന്ന്, നമുക്ക് ചെയ്യാനുള്ള ഒരു കാര്യം കൃത്യമായിട്ട് ചെയ്യാതെ വരുമ്പോൾ നമുക്ക് ഒരു ഭയം, ഞാനത് ചെയ്തില്ലല്ലോ, അപ്പോൾ ബാക്കിയുള്ള കുട്ടികളെല്ലാം നന്നായിട്ട് ചെയ്യുകയാണ്, ഞാൻ ചെയ്യുന്നില്ല, അത് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുമോ എന്നൊരു ഭയം വരാം. പക്ഷേ നിങ്ങൾ കൃത്യമായിട്ട് ഇത് ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ഭയത്തിൻ്റെ ആവശ്യമില്ല. അവിടെ നിങ്ങൾ വിശ്വസിക്കേണ്ട ഒരു കാര്യം, എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്, എനിക്ക് തന്നിരിക്കുന്ന നോട്ട് ഞാൻ പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്ക് NCERT ഞാൻ നന്നായിട്ട് വായിച്ച് പഠിക്കുന്നുണ്ട്, ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യനുകളെല്ലാം സാറുമാർ പറയുന്ന പോലെ ഞാൻ ചെയ്യുന്നുണ്ട്, ക്ലാസ്സിൽ ഞാൻ മാക്സിമം അറ്റൻറ്റീവായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു എന്താ പറയുക, നമ്മുടെ മനസ്സിൻ്റെ അടിയിലുള്ള ഒരു ഭയം തനിയെ ഒന്ന് ഇല്ലാതാകും. നമ്മൾ എവിടെയെങ്കിലും ഇപ്പം നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളെ പഠിക്കാതെ ഒന്ന് കിടന്ന് ഉറങ്ങി എണീക്കുമ്പോൾ നിങ്ങളുടെ റൂംമേറ്റ് നന്നായിട്ട് പഠിക്കുമ്പോഴാണ് നിങ്ങൾക്കൊരു ടെൻഷനോ അല്ലെങ്കിൽ ഒരു ഭയം അവിടെ വരുന്നത്. ഞാൻ ദേ കിടന്ന് ഉറങ്ങി, അവൾ ദേ ഇരുന്ന് പഠിച്ചു. സോ അവിടെ നിങ്ങളുടെ സമയം അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ആലോചിക്കാം, ഓക്കെ ഇന്നലെ അവൾ ഉറങ്ങിയ സമയത്ത് അല്ലെങ്കിൽ പുള്ളിക്കാരി ഉറങ്ങുന്ന സമയങ്ങളിൽ ഞാൻ നന്നായിട്ട് പഠിക്കുന്നുണ്ട്, സോ എനിക്ക് പ്രോബ്ലം ഒന്നും ഇല്ല എന്ന് ചിന്തിക്കാൻ നിങ്ങൾക്ക് കഴിയണം. അതല്ലാതെ നിങ്ങൾക്ക് തന്നെ സെൽഫായിട്ട്, ഞാൻ എപ്പോഴും ക്ലാസ്സിലും പറയും സർ, നമുക്കൊരു സെൽഫ് റിഗ്രറ്റ് ഉണ്ടാകുന്ന രീതിയിലുള്ള പെരുമാറ്റം നമ്മൾ മാറ്റുമ്പോൾ തന്നെ നമുക്ക് അയ്യോ ഇന്നത്തെ ദിവസം ഞാൻ കുറച്ചുകൂടെ പഠിക്കാമായിരുന്നു, അല്ലെങ്കിൽ ഇന്ന് എൻ്റെ ഉറക്കം ഞാൻ കുറച്ച് കൂടിപ്പോയി, ഇന്ന് ഞാൻ അപ്പുറത്തും ഇപ്പുറത്തും സംസാരിച്ചിരുന്ന സമയം കളഞ്ഞു എന്ന് നിങ്ങൾ തന്നെ ഒന്ന് റിഗ്രറ്റ് അടിക്കുമ്പോഴാണ് ആദ്യത്തെ ഒരു ഫിയറിൻ്റെ ഒരു ഉത്ഭവം അത് തന്നെ ആയിരിക്കണം. ഇനി അതല്ല, വേറൊരു കൂട്ടം ആൾക്കാരുണ്ട്, അവർ നന്നായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യും, വേറെ റിഗ്രറ്റ് ഒന്നും ഇല്ലാതെ കാര്യങ്ങളൊക്കെ ചെയ്യും, എങ്കിൽ പോലും ഒരു മാർക്ക് കുറഞ്ഞാലോ അത് ചിലപ്പോൾ മേ ബി ആ ഒരു എക്സാമിന് ചെറിയൊരു അശ്രദ്ധ വന്നതോ അല്ലെങ്കിൽ ഒരുപാട് ആങ്സൈറ്റി കാരണം എപ്പോഴും മുകളിൽ തന്നെ നിൽക്കണമെന്നുള്ള ഒരു ചിന്ത കാരണം ഇച്ചിരി ഒന്ന് മാറിപ്പോയതോ ആകാം. അങ്ങനെയുള്ളവർക്ക് ഈ
ഓവർ ആങ്സൈറ്റി, അത് കാരണം ഒരു ഭയം ഉണ്ടാകാം. അങ്ങനെ ഭയക്കുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അത്രയും ഓവർ ആങ്ഷ്യസ് ആയി ഞാൻ ഭയക്കുന്നതിനനുസരിച്ച് ഞാൻ ഇടേണ്ട ഔട്ട്പുട്ട് കുറഞ്ഞാണ് പോകുന്നത്, ഒരിക്കലും അത് കൂടിയല്ല പോകുന്നത്. അപ്പം ഞാൻ ഓക്കെയാണ്, ഈ പറഞ്ഞതുപോലെ ഞാൻ ചെയ്യുന്നതെല്ലാം ഓക്കെയാണ്, അത്യാവശ്യം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്യുന്നുണ്ട്, ഞാനെല്ലാം പഠിച്ചിട്ടുമുണ്ട്, എനിക്കത് ചെയ്യാൻ പറ്റും എന്ന ഒരു വിശ്വാസം, അത് നിങ്ങൾ നിങ്ങളോട് തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കണം. പിന്നെ മൂന്നാമത്തെ ഒരു കൂട്ടരുണ്ട്, അവരൊരു പക്ഷേ ചുറ്റുപാടുകളെ ഭയക്കുന്നവരാണ്. ഇപ്പോൾ അച്ഛനും അമ്മയും എന്ത് പറയും, അതൊക്കെ നമുക്ക് സഹിക്കാം. അപ്പുറത്തെ വീട്ടിലെ കുട്ടിക്ക് കഴിഞ്ഞ വർഷം ഒറ്റയടിക്ക് MBBS കിട്ടി, അതേ ബ്രില്യൻറ്റിലാണ് ഞാനും പഠിക്കുന്നത്, അപ്പോൾ എനിക്ക് കിട്ടിയില്ലെങ്കിൽ നാട്ടുകാരെന്ത് വിചാരിക്കും? അങ്ങനെ നമ്മുടെ ചുറ്റുപാടുകളെ, നമ്മുടെ ഫ്രണ്ട്സിനെ ആയാലും റിലേറ്റീവ്സിനെ ആയാലും എല്ലാവരെയും ഭയക്കുന്ന കുട്ടികളുണ്ട്. അവർക്ക് ശരിക്കും പറഞ്ഞാൽ അവരുടെ ആഗ്രഹം സാധിക്കാത്തതല്ല പ്രോബ്ലം, മറിച്ച് മറ്റുള്ളവർ ഞങ്ങളെക്കുറിച്ച് എന്ത് കരുതും എന്നാണ് അവരോട് പറയാനുള്ളത്. ഈ മറ്റുള്ളവരല്ല നിങ്ങൾക്ക് അഡ്മിഷൻ തരുന്നതും നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതും. അവർ നിങ്ങളെക്കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞു എന്ന് കരുതി എയിംസിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുകയോ, അവർ നിങ്ങളെക്കുറിച്ച് ചീത്ത അഭിപ്രായം പറഞ്ഞു എന്ന് കരുതി നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാതിരിക്കുകയോ ചെയ്യില്ല. സോ തൽക്കാലം ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ പേടിക്കുകയോ അതിനെക്കുറിച്ച് ആലോചിച്ച് വറി ചെയ്ത് ഞാൻ എന്താകുമെന്ന് ചിന്തിക്കുകയോ വേണ്ട. ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഒരു കാര്യമേ ഉള്ളൂ, നിങ്ങൾ എന്തിനാണോ ഇവിടെ വന്നത് അത് നിങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക. റിസൾട്ട് എന്ന് പറയുന്നത് സെക്കൻഡറി ആണ്. അന്നത്തെ ആ ദിവസം പരീക്ഷ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ അന്നത്തെ ആ ദിവസം നിങ്ങൾക്കത് എങ്ങനെ എഴുതാൻ പറ്റും, ഇതെല്ലാം തന്നെ സെക്കൻഡറി ആണ്. പ്രൈമറി എന്താണ്, നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടോ. അത് എപ്പോഴും പറയുന്ന പോലെ ഫ്രം ദ ക്ലാസ്, ഒരു ക്ലാസ്സിൽ ഒരു അധ്യാപകൻ വന്ന് ഞാൻ ആ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ തൊട്ട് അദ്ദേഹം പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ഞാൻ എടുക്കുന്നത് മുതൽ വീട്ടിൽ പോയി അത് പഠിച്ച് റിവൈസ് ചെയ്യുന്നത് തുടങ്ങി പിന്നെ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ ചെയ്ത് അത് ഉറപ്പിക്കുന്നത് വരെയും ഞാൻ ചെയ്ത ഈ ഒരു പാത്വേ, ഞാൻ പോകുന്ന പാത്വേ കൃത്യമാണോ, അതിലെന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് വേണം നിങ്ങൾ വറി ചെയ്യാൻ. അല്ലാതെ മറ്റു കാര്യങ്ങളെ കുറിച്ച് ഒന്നും തന്നെ നിങ്ങൾ വറി ചെയ്യണം. തീർച്ചയായിട്ടും നമുക്ക് അടുത്തായിട്ട് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഹാബിറ്റ് അത് ഒഴിവാക്കാൻ എന്തൊക്കെയാണോ നമുക്ക് നെഗറ്റീവായിട്ട് നിൽക്കുന്ന ഹാബിറ്റുകൾ അത് കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം, അല്ലേ? തീർച്ചയായിട്ടും അത് ഒഴിവാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് ഏതുമാകാം, നമുക്ക് പഠിത്തത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഏത് സ്വഭാവത്തെയും നമുക്ക് തൽക്കാലത്തേക്ക് ഇനിയൊരു വരുന്ന ഒരു 5 മാസക്കാലം, ഇപ്പം കുട്ടികൾ പറയുന്നത് കൂട്ടുകെട്ടുകളിൽ പോലും അവരുടെ സമയം കളയുന്ന നമ്മുടെ സമയം അത് നഷ്ടപ്പെടുത്തുന്നുണ്ടെങ്കിൽ ആ കൂട്ടുകെട്ടുകൾ പോലും തൽക്കാലത്തേക്ക് നമ്മൾ ഒഴിവാക്കുക. ഈ സോഷ്യൽ മീഡിയയുടെ കാര്യമൊക്കെ എല്ലാവരും ചർച്ച ചെയ്യുന്നത് തന്നെയാണ്. എവിടെയാണോ നമ്മുടെ നഷ്ടങ്ങൾ അതിനെക്കുറിച്ചൊന്ന് ആലോചിച്ച് അത് തൽക്കാലത്തേക്കൊന്ന് ഒഴിവാക്കാൻ സാധിച്ചാൽ, അങ്ങനെ സാധിക്കുന്നവരായിരിക്കും എയിംസുകളും ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിലും അവരുടെ സ്വപ്നം എന്താണോ അവിടെയൊക്കെ ധൈര്യമായിട്ട് നടന്നു കയറുന്നത്. അപ്പം ആ ഹാബിച്വൽ അതൊരു പ്രധാന കാര്യം. ഇത് പറഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കുഞ്ഞ് കാണാൻ വന്നിട്ട് എന്നോട് പറഞ്ഞത്, മിസ്സേ ഞങ്ങളുടെ 2 റൂമിലുള്ള കുട്ടികൾ ഭയങ്കര കമ്പനിയാണ്, അപ്പോൾ എപ്പോഴും അവർ നന്നായിട്ട് സംസാരിക്കും, പക്ഷെ അവർക്ക് നല്ല മാർക്കും കിട്ടും. ഞാൻ അത്രയും പെട്ടെന്ന് പഠിക്കുന്ന ഒരാളല്ല, ഇച്ചിരി സ്ലോ ലേണറാണ്, അപ്പോൾ എനിക്ക് കുറച്ച് സമയം വേണം. അപ്പോൾ ഞാൻ ഇവരോട് സംസാരിച്ചുകൊണ്ടിരുന്നാൽ എനിക്ക് പഠിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ആ സംസാരത്തിൽ പോകാറില്ല. അപ്പോൾ അവരെല്ലാം എനിക്ക് ഭയങ്കര ജാടയാണ്, അല്ലെങ്കിൽ ഞാൻ എന്തുകൊണ്ടാണ് ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ അവരെന്നെ കുറ്റപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അവരെന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും? അപ്പോൾ ഈ ഒരു വിചാരം നിങ്ങളിൽ എല്ലാവർക്കും ഉണ്ട്. ഇപ്പോൾ ഈ പറയുന്ന പോലെ സംസാരം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഫ്രണ്ട്ലി ആയിട്ട് ഒത്തിരി നേരം സംസാരിച്ചിട്ട് 5 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് സംസാരിക്കാമെന്ന് പറഞ്ഞായിരിക്കും ഒരു ഗ്രൂപ്പിലേക്ക് പോകുന്നത്. പക്ഷേ ആ സംസാരം രാത്രി വരെ ചിലപ്പോൾ ഉറക്കത്തിൽ പോലും ഡിസ്റ്റർബ് ചെയ്തുകൊണ്ട് നീളുന്ന ഒരുപാട് കേസുകളുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, അതിൽ നിന്നും എനിക്ക് എന്താണ് കിട്ടുന്നത്? എനിക്കതിൽ നിന്നും ഒരു പ്ലസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ആ സംസാരം കൊണ്ടുപോയിട്ട് കാര്യമില്ല. പിന്നെ ഈ സംസാരിക്കുന്ന ആള് അത്യാവശ്യം എല്ലാം പഠിച്ചിട്ട് വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ സംസാരിക്കുന്നത്. അവിടെ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഇച്ചിരി ഒന്ന് സമയമെടുത്ത് പഠിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒട്ടും ഇഷ്ടമില്ലാത്തൊരു ചാപ്റ്റർ ആയിരിക്കാം അന്ന് പഠിപ്പിച്ചത്. അപ്പോൾ ഇഷ്ടക്കേട് കൊണ്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു ബേസിക് ഐഡിയ ഇല്ലാത്തത് കൊണ്ടും ചിലപ്പോൾ നിങ്ങൾ നല്ല സമയമെടുക്കും. ഇതേ ചാപ്റ്റർ ഏറ്റവും എളുപ്പമായിട്ട് പഠിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടത്തോടെ പഠിച്ച ഒരു കുട്ടിയുമായിട്ടായിരിക്കും നിങ്ങൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ അവിടെ ലോസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് മാത്രമാണ്. കാരണം അയാൾക്ക് ഏറ്റവും ഇഷ്ടമായതുകൊണ്ട് തന്നെ അയാൾ വളരെ വേഗം ആ കണ്ടന്റിനെ എടുത്തിട്ടായിരിക്കും ഫ്രീ ടൈമിൽ, അയാളുടെ ഫ്രീ ടൈമാണ് നിങ്ങളോട് സംസാരിക്കാൻ വന്നത്. പക്ഷെ നിങ്ങളോ, നിങ്ങളുടെ വാല്യുബിൾ ടൈമാണ് അയാളോട് സംസാരിക്കുന്നത്. സോ നമ്മുടെ ഫ്രീ ടൈമിൽ സംസാരിക്കാം. പക്ഷെ അവിടെ ഈ സംസാരിക്കുന്നയാളും പോകുന്നയാളും ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഫ്രീ ടൈം വേറൊരാളുടെ ഫ്രീ ടൈം ആയിരിക്കണം എന്നില്ല. നമ്മൾ സംസാരിക്കുന്ന ഫ്രീ ടൈം വേറൊരാളുടെ വാല്യുബിൾ ആയിട്ടുള്ള ടൈം ആയിരിക്കാം. നമ്മൾ എടുക്കുന്ന എഫേർട്ട് ചിലപ്പോൾ നമ്മളെക്കാളും കുറച്ചുകൂടെ ഒരു എഫേർട്ട് എടുത്താലേ അയാൾക്കത് കിട്ടൂ. അപ്പം നമ്മൾ എന്താടി നീ വരാത്ത, അല്ലെങ്കിൽ നമുക്ക് വർത്തമാനം പറഞ്ഞാൽ എൻട്രൻസ് കിട്ടാതിരിക്കുമോ, മിണ്ടിയാൽ എന്താ എൻട്രൻസ് പോകുമോ, അങ്ങനെയുള്ള ടോക്കുകളൊന്നും നമുക്ക് വേണ്ട. കാരണം
ഓരോരുത്തരെയും നമ്മുടെ ഹാബിറ്റ്, നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ കൊച്ചിലെ തന്നെ നമുക്ക് ഒത്തിരി സംസാരിക്കാൻ ഇഷ്ടമാണ്, അല്ലെങ്കിൽ എല്ലായിടത്തും പോയി നമ്മൾ നന്നായിട്ട് മിങ്കിൾ ചെയ്യുന്ന ആളാകാം. പക്ഷേ ഇവിടെ ഇതിനെല്ലാം അപ്പുറം നമ്മൾ വന്നിരിക്കുന്ന ഒരു ലക്ഷ്യമുണ്ട്. അവിടെ നമ്മളെ എന്തൊക്കെയാണോ ബ്ലോക്ക് ചെയ്യുന്നത് അതിനെല്ലാം തട്ടി മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇനി നിങ്ങളോട് ഒരു കുഞ്ഞു വന്ന് എടാ എനിക്ക് പഠിക്കണോടാ, ഞാൻ പഠിച്ചില്ല, ഒന്ന് പൊക്കോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഓ നിനക്ക് ഇത്ര ജാടയാണോ എന്നല്ല നിങ്ങൾ ചോദിക്കേണ്ടത്. അപ്പോഴും നിങ്ങൾ ഇതാണ് ആലോചിക്കേണ്ടത്, നിങ്ങളുടെ ഫ്രീ ടൈം ആ കുട്ടിയുടെ വാല്യുബിൾ ടൈമാണ്. അപ്പോൾ ആ കുട്ടി വാല്യുബിളായിട്ട് പഠിക്കാനുള്ള സമയത്തെയാണ് നിങ്ങൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ അയാൾ ചിലപ്പോൾ നിങ്ങളുടെ കൂടെ നിന്ന് പോകുന്നത്. അപ്പോൾ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തിക്കണം. നമുക്ക് എതിരെ നിൽക്കുന്ന ആൾ, അയാളുടെ ഒരു മാനസികാവസ്ഥ, അയാൾ എങ്ങനെയാണ് ചിന്തിക്കുന്നതെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റിയാൽ ഒരുപക്ഷെ ഇത്തരം കമൻറ്റുകൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പ്രത്യേകിച്ചും ഹോസ്റ്റലിലൊക്കെ നിൽക്കുമ്പോൾ. വീട്ടിലാവുമ്പോൾ എന്തായാലും അങ്ങനെയല്ല. ഹോസ്റ്റലിലൊക്കെ നിൽക്കുമ്പോൾ പലതരത്തിൽ പല രീതിയിലുള്ള കുട്ടികൾ, പല ചിന്തകളുള്ള കുട്ടികൾ, ഇതെല്ലാം ഉണ്ടാകും. അപ്പോൾ അവിടെയെല്ലാം നമ്മൾ നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നതോടൊപ്പം തന്നെ മറ്റുള്ള ആളിനെ കുറിച്ചും ചിന്തിക്കണം. പോകുന്ന ആളും അതുപോലെയാണ്. നിങ്ങളെ സംസാരിക്കേണ്ടെന്നോ എൻജോയ് ചെയ്യേണ്ടെന്നോ ഒന്നുമല്ല ഞങ്ങൾ പറയുന്നത്. ബട്ട് എവറിത്തിങ് ഈസ് ഹാവിങ് എ ലിമിറ്റേഷൻ. ഇപ്പം നമുക്ക് ഒത്തിരി വർത്തമാനം പറഞ്ഞ് ഒത്തിരി എൻ്റർടൈൻഡ് ആയിട്ട് ഇരിക്കാനുള്ള ഒരു സമയമല്ല. നമ്മൾ ഏറ്റവും സീരിയസ് ആയിട്ട് സ്റ്റഡീസിലേക്ക് വരുന്ന ഒരു സമയമാണ്, പീക്കിലാണ്. ജനുവരി 15 കൂടി നമ്മൾ പോർഷൻസ് ഫിനിഷ് ചെയ്യുമെന്ന് പറയുമ്പോൾ നിങ്ങൾ അതിൻ്റെ മാക്സിമം പീക്കിലാണ് നിൽക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് പഠിക്കാനായിട്ടൊരു അവസരം നിങ്ങൾ വെക്കരുത്. കാരണം പിന്നെ നമുക്ക് ജനുവരി 22 വരുമ്പോഴത്തേക്കും ഫസ്റ്റ് യൂണിറ്റ് ജനുവരി 22 മുതൽ നമുക്ക് നടക്കുമ്പോൾ പിന്നെ കണ്ണടച്ച് തുറക്കുന്നതുകൊണ്ട് മെയ് 4-ാം തീയതി നമ്മുടെ മുമ്പിലോട്ട് എത്തും. ഒരു ദിവസം തന്നെ നമ്മൾ 4-5 ചാപ്റ്ററുകളുടെ പരീക്ഷകളിലോട്ടാണ് നമ്മൾ പോകാൻ അവിടെ റിവിഷന് മാത്രമേ ചാൻസ് ഉള്ളൂ. അവിടെ പഠിക്കാൻ നിന്നാൽ അപ്പം നിങ്ങൾ ആലോചിക്കണം, ഈ ഒരു ജനുവരി തൊട്ട് ഞാൻ പഠിക്കുന്ന സമയത്ത് ബാക്കി കുട്ടികൾ രണ്ടാമത്തെ പ്രാവശ്യം റിവൈസ് ചെയ്യായിരിക്കും. അവിടെ നിങ്ങൾ പഠിക്കാനല്ല ഇരിക്കേണ്ടത്, നിങ്ങൾ റിവൈസ് ചെയ്യാനിരിക്കണം. അപ്പോൾ റിവൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജനുവരിക്ക് മുന്നേ നമ്മൾ പോർഷൻ തീർത്തേ പറ്റൂ. അത്രയും പീക്കായിട്ടുള്ള ഒരു സമയത്തിരിക്കുമ്പോൾ നമ്മൾ കാണിക്കേണ്ട ഒരു ഉത്തരവാദിത്വം, ഒരു മെച്യൂരിറ്റി ഉണ്ട്. ഇപ്പോൾ നമ്മൾ കൊച്ചു കുട്ടികളാണ്, നമുക്ക് അത്രയൊന്നും ചിന്തിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും നിങ്ങളോട് ഞങ്ങളിത് പറഞ്ഞു തരുന്നത് അതിന് വേണ്ടിയിട്ടാണ്. ആ ഒരു ലെവൽ ഓഫ് മെച്യൂരിറ്റി നിങ്ങൾ അറ്റൈൻ ചെയ്യുമ്പോഴാണ് ഇങ്ങനെയുള്ള ഫാക്ടേഴ്സിൽ നിന്നെല്ലാം അകന്നു മാറി നിങ്ങൾക്ക് പഠിക്കണം. ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾക്ക് കീപ്പ് ചെയ്യാം. എവിടെ പോയാലും, നിങ്ങൾ ഏത് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടിയാലും നിങ്ങൾക്ക് ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ജീവിക്കാം. പക്ഷേ അതിന് മുൻപ് എന്തിനാണോ ഇവിടെ വന്നത് അതൊന്ന് സാറ്റിസ്ഫൈ ചെയ്തതിന് ശേഷം മാത്രം ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ആലോചിക്കാം. അതുപോലെ തന്നെ നമുക്ക് ഈ മോഡലുകളുടെ സമയത്ത് തന്നെ നമുക്ക് ഇതിൽ നിന്ന് മാറിയിട്ട് ക്വസ്റ്റ്യനുകൾ കൂടുതൽ ചെയ്യേണ്ട ഒരു സമയത്തോട്ടാണ് നമ്മൾ വരുന്നത്. തീർച്ചയായിട്ടും അതും നമ്മുടെ ക്ലാസ്സുകളിലും നമ്മളും എല്ലാവരും കുട്ടികളുമായിട്ട് കൺവേ ചെയ്യും. കാരണം ഇപ്പോഴും തന്നെ കുട്ടികൾ ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ പ്രോബ്ലംസ് അല്ലേ കൂടുതൽ, നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് അല്ലേ കൂടുതൽ ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ആ സമയമാകുമ്പോൾ ഒരു ദിവസം തന്നെ നമ്മൾ 500-1000 ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ഒരു ദിവസത്തിലേക്കാണ് വരുന്നത്. കാരണം യൂണിറ്റ് എക്സാം തുടങ്ങുമ്പോൾ ആദ്യത്തൊക്കെ നമുക്ക് ചെറിയ ചെറിയ ചാപ്റ്റേഴ്സ് ഉള്ള ചെറിയ ചെറിയ യൂണിറ്റുകളായിരിക്കും. അപ്പോൾ ആ സമയം തൊട്ട് തന്നെ ഒരു ദിവസം നിങ്ങൾക്ക് ഒരു പരീക്ഷയാണെങ്കിൽ നിങ്ങൾ ഇവിടെ ബ്രില്യൻറ്റിൽ വന്ന് എഴുതുന്ന ആ ഒരു പരീക്ഷ അല്ലാതെ നിങ്ങൾ വീട്ടിൽ വെച്ച് എത്രയോ പരീക്ഷ എഴുതി കഴിഞ്ഞിട്ട് വേണം ആ ഒരു യൂണിറ്റിലേക്ക് വരാൻ. അപ്പോൾ ഒരു 2-3 പ്രാവശ്യം പരീക്ഷ എഴുതി കഴിഞ്ഞിട്ട് വേണം സെയിം യൂണിറ്റ് നിങ്ങൾ ഇവിടെ വന്ന് എഴുതാൻ. അത് കൃത്യം നമ്മുടെ മോഡൽ എക്സാമിൻ്റെ പാറ്റേണിൽ തന്നെ എല്ലാവരും പോവുകയും വേണം. കാരണം എങ്കിലേ നമുക്ക് നമ്മുടെ ഒരു സ്റ്റഡി പ്ലാൻ, നമ്മൾ കൃത്യമായിട്ട് ഈ പറഞ്ഞ പോലെ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ഷെഡ്യൂളാണ്. ആ ഷെഡ്യൂൾ അനുസരിച്ച് നിങ്ങളും പോകണം. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ ടോപ്പിക്കാണ്, സെക്കൻഡ് ഇയർ ടോപ്പിക്കാണ്, ഏതാണോ വരുന്നത് ആ യൂണിറ്റ് എക്സാമിൻ്റെ ഷെഡ്യൂളിനനുസരിച്ച് നിങ്ങൾ പോകുമ്പോൾ നാളെ നടക്കേണ്ട യൂണിറ്റ് എക്സാമിന് ഇന്ന് നിങ്ങൾക്ക് 2 ദിവസം റിഹേഴ്സലിനുള്ള സമയം കിട്ടിയാൽ ഈ 2 ദിവസവും ആ യൂണിറ്റ് എക്സാമിന് എത്ര ചാപ്റ്റേഴ്സ് ആണോ വരുന്നത് അതിന്റെ ക്വസ്റ്റ്യൻസ് മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് വേണം നിങ്ങൾ ആ മോഡൽ എക്സാമിനെ അപ്രോച്ച് ചെയ്യാൻ. അതിന് തന്നെ നമുക്ക് പ്രിപ്പറേറ്ററി മോഡൽ എക്സാം നമ്മൾ ഇ ലേണിംഗ് ആപ്പിനകത്ത് പ്രിപ്പറേറ്ററി മോഡൽ തരുന്നുണ്ട്, അതർ ഗ്രൂപ്പിന്റെ മോഡൽ തരുന്നുണ്ട്, ഇ ലേണിംഗ് ആപ്പിനകത്ത് പ്രാക്ടീസ് ടെസ്റ്റുകൾ തരുന്നുണ്ട്. അപ്പം ഇനി നമുക്ക് ഈ ജനുവരി ഒരു 15 കഴിയുമ്പം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഏതൊക്കെ രീതിയിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യണോ, ഏത് ലെവൽ നിങ്ങൾക്ക് ചെയ്യണോ അതിനനുസരിച്ചുള്ള ഒരു പ്രാക്ടീസിലോട്ടാണ് നമ്മൾ അടുത്ത ഘട്ടത്തിലോട്ട് കടക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനു മുമ്പുള്ള ഈ ഒരു സമയത്തെ ഉത്തരവാദിത്തത്തെക്കുറിച്ചാണ് ടീച്ചർ ബോധ്യപ്പെടുത്തിയത്. തീർച്ചയായിട്ടും. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ജനുവരി കഴിയുമ്പോൾ റിവിഷൻ എന്ന് പറയുന്നിടത്ത് തന്നെ റിവൈസ് ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം ക്വസ്റ്റ്യൻസ് ചെയ്യലാണ്. കാരണം നിങ്ങളൊരു ഒബ്ജക്റ്റീവ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ റാദർ ദാൻ കീപ്പിംഗ് റീഡിംഗ് ആൻഡ് റീഡിംഗ്, നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഓരോ പ്രാവശ്യം ഒരു ക്വസ്റ്റ്യൻ ചെയ്യുക. അപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴാണ് നമുക്ക് ഒന്നാമത്തെ കാര്യം നമുക്ക് ടൈം മാനേജ്മെൻറ്റ് ഒന്നുകൂടെ പ്രാക്ടീസ് ചെയ്ത് കൃത്യമാക്കണം. പിന്നെ ഏറ്റവും വേഗത്തിൽ ഒരു ക്വസ്റ്റ്യൻ തന്നാൽ അതൊന്ന് ഇൻ്റർപ്രറ്റ് ചെയ്യണം. ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റുകൾ വരുമ്പോൾ ഏറ്റവും റാപ്പിഡായിട്ട് തന്നെ അതിനെ വായിച്ചെടുക്കണം. ഇതിനെല്ലാം കാരണം ജനുവരി വരെ നമ്മൾ പഠിച്ചിട്ടേ ഉള്ളൂ. സമയമെടുത്ത് പഠിക്കാനാണ് നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി തൊട്ട്, അതായത് ജനുവരി കഴിയുമ്പോൾ തൊട്ടുള്ള സമയം നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ്. അതിന് മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് വീട്ടിലിരുന്ന് ചെയ്തിട്ട് തന്നെ മോഡൽ എക്സാമിന് വരണം. അതിനാവശ്യമായിട്ടുള്ള മെറ്റീരിയലുകൾ എന്തൊക്കെയാണെന്നാണ് സർ ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള എന്തൊക്കെയാണോ അതെല്ലാം തന്നെ നമ്മുടെ സിസ്റ്റം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ
ഏറ്റവും കംഫർട്ടബിളായി നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും സ്ട്രോങ്ങർ ആണ് നിങ്ങൾ. അതിനേക്കാളും നിങ്ങൾക്ക് എത്ര കേപ്പബിലിറ്റി ഉണ്ടെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ അതിനേക്കാളും ഇരട്ടി കേപ്പബിലിറ്റി ഉള്ള കുട്ടികളാണ് നിങ്ങൾ. അതിൽ നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങളെ മാത്രം വിശ്വസിക്കുക. അത് മാത്രം മതി. എക്സ്ക്യൂസ് അവോയ്ഡ് ചെയ്തുകൊണ്ട് നമുക്ക് നല്ല വിജയത്തിലേക്ക് എത്താൻ. അപ്പോൾ ഞങ്ങളൊരു കുടുംബം തന്നെ നിങ്ങളോടൊപ്പം ഉണ്ട്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.